ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു പൂരി ഉണ്ടാക്കുന്നത്. ഒരു 10 വട്ടമെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ശരിയാക്കാത്തൊരു സാധനമാണ് പൂരി. ഇപ്രാവശ്യം ഏതൊക്കെയോ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്തിട്ടാണെങ്കിലും കറക്റ്റായിട്ട് കിട്ടി. ഇതിലേക്ക് ഞാൻ ചേർത്തത് 1.5 കപ്പ് ഗോതമ്പ് മാവ്, മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് റവ, പിന്നെ ആവശ്യത്തിന് ഓയിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തി ആക്കും പോലെ അത്ര വെള്ളം ഒഴിച്ച് കുഴയ്ക്കേണ്ട, ചെറുതന്നെ ടൈറ്റായിട്ടുള്ള മാവായിരിക്കണം. ഒരു 15 മിനിറ്റ് മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നല്ലപോലെ കുഴച്ച് കൊടുക്കുക. എന്നിട്ട് മാവിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി അതിനെ ഒന്ന് ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കാം. പിന്നെ ഞാനിവിടെ നോർമലായിട്ട് പൊടി ചേർത്ത് തന്നെയാണ് പരത്തിയെടുത്തത്. അധികം കട്ടിയും വേണ്ട, എന്നാൽ അധികം തിക്കും വേണ്ട. അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ? അധികം തിക്കും വേണ്ട, എന്നാൽ അധികം കനം കുറഞ്ഞും പോകണ്ട. ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ വേണം വരാനായിട്ട്. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് ആവശ്യത്തിലേറെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നല്ല പോലെ ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പൂരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ ചൂട് ഓയിൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴേ അതിങ്ങനെ പഫി ആയിട്ട് വരത്തുള്ളൂ. പലർക്കും പല രീതിയാണ്, പക്ഷേ എനിക്കിങ്ങനെ ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ പഫി ആയിട്ടുള്ള പൂരി കിട്ടിയത്. എനിക്ക് പറ്റിയെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ടും പറ്റും. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റിംഗ് ടൈം കൊടുത്ത് നല്ല പോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾക്കും ഉണ്ടാക്കാം ഇതുപോലെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരി. ഇനി എന്ത് ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.